ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി UP ബീഹാറിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്, അല്ലെങ്കിൽ ഒരു റെസിപ്പിയാണ്. ദാൽപൂരി എന്ന് പറയും. അല്ലെങ്കിൽ ഇത് ദാലും പൂരിയും വേറെ വേറെ ആയിട്ടല്ല, ഇത് ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പരിപ്പാണ്. പരിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ കടലപ്പരിപ്പാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് നമുക്കിത് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് നേരെ കുക്കറിലേക്ക് തന്നെ മാറ്റാം. കുതിർക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഡയറക്റ്റ് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പിന് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഈ പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ എൻ്റെ കുക്കറിന് ഒരു 8 വിസിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തു പരിപ്പ് വേവാനായിട്ട്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. ഒരു 8 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുക്കറിൻ്റെ എയർ പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എയർ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതുവ വെന്തിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ ഒന്നുകൂടെ വെക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊന്ന് നമുക്കൊന്ന് ഊറ്റിക്കളയണം. നമുക്കൊരു സ്ട്രെയിനറിലേക്ക് വെച്ച് നമുക്കിതിൻ്റെ വെള്ളമൊന്ന് ഊറ്റി മാറ്റാം. ഇതിപ്പോൾ എല്ലാം ഞാൻ ഊറ്റി വെള്ളം സ്ട്രെയിൻ ആകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയൊക്കെ കൂടി നമുക്കൊന്ന് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം അതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഈ പരിപ്പും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അരച്ച് നമുക്കൊരു പേസ്റ്റാക്കി എടുക്കണം. അതായത് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി അരച്ചു. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് ശകലം കൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. എങ്കിലും ആ വെള്ളം ഒക്കെ ഊറ്റിപ്പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമുക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അത് നമ്മുടെ പേസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആട്ട കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളമായി പോകരുത്. നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ചെടുക്കുകയും വേണം. ഇത് ഞാനിവിടെ നമ്മുടെ ആട്ടയൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ ഈ വലുപ്പത്തിൽ ഒരു ചെറിയൊരു നാരങ്ങയുടെ കയ്യിലും വലുതായിട്ടൊരു ബോൾ എടുത്തിട്ട് നമുക്ക് അത് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മളുടെ 2 തള്ളവിരൽ ഇതുപോലെ നടുക്ക് വെച്ച് നമുക്ക് നടുക്ക് ഒരു കുഴിയായിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമുക്കിതുപോലെ നടുഭാഗത്ത് ഇതുപോലെ ഒരു കുഴിയാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ പരിപ്പിൻ്റെ സ്റ്റഫിങ് നമുക്ക് അതിലേക്ക് വെച്ച് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാൻ എങ്ങനെയാണ് നമ്മളിത് അടയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെ മുഴുവൻ ഇതുപോലെ പിടിച്ചിട്ട് നമ്മുടെ വിരലിന് നടുക്ക് വെച്ച് ഇത് പ്രസ് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ വേണം അടയ്ക്കാനായിട്ട്. എന്നിട്ട് എക്സ്ട്രാ ആട്ടയവിടെ വരുന്നത് നമുക്കിങ്ങനെ ഇന്നുള്ളി മാറ്റി നമുക്കൊന്നുകൂടെ നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടോ. എന്നിട്ട് നമ്മുടെ കൈ വലിച്ചിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചപ്പാത്തി പലയിലേക്ക് ശകലം ആട്ട ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് 4 പാടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നടുക്ക് വേണം നമ്മൾ കൂടുതൽ പ്രസ് ചെയ്യാൻ. ഒത്തിരി നമ്മൾ സൈഡ് ഒത്തിരി അങ്ങ് ഇതാക്കരുത്. ഇങ്ങനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നമുക്ക് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന റോളിംഗ് പിൻ വെച്ച് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഒത്തിരി പ്രസ് ചെയ്ത് നമ്മൾ ഇത് പരത്തരുത്. ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്യാൻ പാടില്ല. നമ്മളെ സ്റ്റഫിങ് അകത്തുള്ളത് കൊണ്ട് ഒത്തിരി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പതുക്കെ വേണം നമ്മുടെ റോളിംഗ് പിൻ അതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാനായിട്ട്. അതായത് കണ്ട് ഞാൻ പതുക്കെ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ പൂരിയല്ല, നമുക്ക് പൂരിയെക്കാട്ടിലും വലുതായിട്ടുള്ള എന്നാൽ ചപ്പാത്തിയെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു പൂരിയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. നമ്മളുടെ ഒരു കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ദാൽപൂരി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ, എണ്ണ ഒരുപാടൊന്നും ചൂടായി പോകരുത്, നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. കാരണം എല്ലാം നമ്മുടെ ആട്ടയൊക്കെ അകത്ത് വേവണമെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വെച്ച് വേവിക്കാനായിട്ട്. എന്നിട്ട് ഒരു സൈഡ് ആയി വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അതുകൊണ്ട് നല്ലപോലെ പൊങ്ങി വരും. നമ്മൾ പൂരിയൊക്കെ പൊള്ളിക്കുന്ന പോലെ തന്നെ അത് പൊള്ളി വരുന്നതാണ്. എന്നിട്ട് ഇതുപോലൊരു ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പൂരി എണ്ണയിൽ നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമുക്ക് ബാക്കി വന്നിരിക്കുന്ന എല്ലാ പൂരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കി വന്നിരിക്കുന്ന ആട്ട കൊണ്ട് എല്ലാ പൂരിയും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് എല്ലാം നമുക്കിതുപോലെ പൂരികളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. അല്ലെന്ന് വരെയും നമുക്ക് എന്തെങ്കിലും ഒരു ചട്നിയോ അല്ലെങ്കിൽ എന്ത് കറിയുടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്കൊരു ചേഞ്ചിന് വേണ്ടി നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. പരിപ്പ് ഒന്ന് വേവിക്കുന്നത് താമസം മാത്രമേ ഉള്ളൂ. നമുക്കിത് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ സ്റ്റഫിങ്ങൊക്കെ പൂരിയുടെ എല്ലാ ഭാഗത്തേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു റെസിപ്പി. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.